കഴിഞ്ഞ ആഴ്ച ഒരു യുവതി എന്നോടൊരു കാര്യം ചോദിച്ചു. അവൾ ഓഫീസിൽ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. എല്ലാവരും അവളെ അഭിനന്ദിച്ചു. അവളുടെ മാനേജറും വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. സഹപ്രവർത്തകർ അവളെ ആശംസകൾ അറിയിച്ചു. എല്ലാം വളരെ നന്നായി തന്നെ നടന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവൾ ആരുടെയും അഭിനന്ദനങ്ങളെ കുറിച്ചല്ല ചിന്തിച്ചത്. തനിക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റിനെ കുറിച്ചാണ് അവൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നത്. അവൾ പറയാൻ മറന്നുപോയ ഒരു വാചകം കൂടുതൽ നന്നായി വിശദീകരിക്കാമായിരുന്നു എന്ന് തോന്നിയ ഒരു സ്ലൈഡ്. വളരെ ചെറിയൊരു നിമിഷം, പക്ഷെ അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഇത് നിങ്ങൾക്കും പരിചിതമാണോ? നിങ്ങൾ ചെയ്ത 10 നല്ല കാര്യങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ചെറിയ തെറ്റിന് സാധിക്കുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉത്തരം അതെ എന്നാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് ഉത്തരവാദിത്വമുള്ളവരായിരിക്കുന്നതിനെ കുറിച്ചോ സ്വയം മെച്ചപ്പെടുവാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചോ അല്ല. ഇത് അതിലും ആഴത്തിലുള്ള ഒന്നാണ്. തങ്ങൾ ചെയ്യുന്നതൊന്നും ഒട്ടും നന്നാകുന്നില്ല, പെർഫെക്റ്റ് അല്ല എന്ന് ചിലർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനമായി ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നു. 2 വിദ്യാർത്ഥികളെ കുറിച്ച് സങ്കല്പിക്കുക. 2 പേർക്കും 100-ൽ 95 മാർക്ക്. ആദ്യത്തെ ആൾ സന്തോഷവാനാണ്. ഞാൻ നന്നായി ചെയ്തു, അടുത്ത തവണ ഇനിയും മെച്ചപ്പെടുവാൻ ശ്രമിക്കുമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ ആൾ എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. 2 പേരുടെയും ഫലം ഒന്നാണെങ്കിലും അവരുടെ മനസ്സിനുള്ളിലെ സംഭാഷണം തികച്ചും വ്യത്യസ്തമാണ്. ഒരാൾ പുരോഗതിയെ ആഘോഷിച്ചപ്പോൾ മറ്റേയാൾ അപൂർണതയെ മാത്രം കാണുന്നു. ഇനി നിങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാര്യം നന്നായി നടക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? നിങ്ങൾ നന്നായി ചെയ്ത കാര്യങ്ങളാണോ അതോ പൂർണ്ണമാകാതെ പോയ ആ ഒരു കാര്യമാണോ? പെർഫെക്ഷനിസം യഥാർത്ഥത്തിൽ മികവിന്റെ അടയാളമല്ല, മറിച്ച് അതൊരു ഭയമാണ്. തെറ്റുകൾ വരുത്തുമോ എന്ന ഭയം, താൻ പോരാ എന്ന തോന്നൽ കൊണ്ടുള്ള ഭയം. പെർഫെക്ഷനിസം തങ്ങളെ വിജയിക്കാൻ സഹായിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. അതെ, ചിലപ്പോഴൊക്കെ അത് കഠിനാധ്വാനം ചെയ്യാൻ നമ്മെ പ്രചോദിപ്പിച്ചേക്കാം. എന്നാൽ അത് നമ്മുടെ സ്വയം മൂല്യവുമായി ബന്ധിതമാണെങ്കിൽ വിജയം ഒരിക്കലും വിജയമായി അനുഭവപ്പെടില്ല. നിങ്ങൾ എത്രയൊക്കെ നേടിയാലും നിങ്ങളുടെ മനസ്സ് ലക്ഷ്യസ്ഥാനത്തെ കുറച്ചുകൂടി മുന്നോട്ടു മാറ്റി സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. അമിതമായ പെർഫെക്ഷനിസം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ബേൺ ഔട്ട്, സ്വയം വിമർശനം എന്നിവയിലേക്ക് നയിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ പിന്നിൽ നമ്മുടെ തലച്ചോറിന്റെ നെഗറ്റിവിറ്റി ബയസ്, നമ്മുടെ പുരോഗതി തിരിച്ചറിയുന്നതിനേക്കാൾ തെറ്റുകൾ കണ്ടെത്താനുള്ള തലച്ചോറിന്റെ പ്രവണതയാണ്. ഇന്ന് ഞാൻ എന്താണ് നന്നായി ചെയ്തത് എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ എന്താണ് തെറ്റായി ചെയ്തത് എന്ന് മനസ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലക്രമേണ പോരായ്മകൾ മാത്രം ആദ്യം കാണുന്ന ഒരു ശീലം ഇത് സൃഷ്ടിക്കുന്നു. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം പതുക്കെ കുറയ്ക്കുന്നു. നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളെക്കുറിച്ച് തന്നെ സംതൃപ്തി തോന്നാൻ നിങ്ങൾ സ്വയം അനുവദിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി നമ്മളിലുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നത് നിർത്തുക എന്നതോ നിങ്ങളുടെ നിലവാരം താഴ്ത്തുക എന്നതോ അല്ല ഇതിന്റെ ഉത്തരം. നിങ്ങളുടെ മൂല്യം എന്നത് പൂർണ്ണതയുള്ളവരായിരിക്കുന്നതിലാണെന്ന തെറ്റിദ്ധാരണ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. തെറ്റുകൾ എന്നത് മനുഷ്യസഹജമായ കാര്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും മികവിലേക്ക് ഉയരാൻ സാധിക്കും. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യ ശ്രമത്തിൽ തന്നെ കുട്ടി വിജയിക്കാറുണ്ടോ? ഇല്ല. വീണ്ടും വീണ്ടും വീണ ശേഷമേ ആ കുഞ്ഞ് നടക്കാൻ പഠിക്കുകയുള്ളൂ. ആ കുഞ്ഞിനോട് നിനക്കിതിന് കഴിവില്ല, ശ്രമിക്കുന്നത് അവസാനിപ്പിച്ചേക്ക് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നതെന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ബാധകമാണ്. തെറ്റുകൾ വരുത്താത്തത് കൊണ്ടല്ല, മറിച്ച് തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. തെറ്റുകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണ്. ഒരു നിമിഷം ഇതൊന്ന് ചിന്തിക്കാം. ഈയിടെയായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു തെറ്റിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. കണ്ണുകൾ അടച്ച് ആഴത്തിൽ സാവധാനം ഒരു ശ്വാസമെടുക്കാം. ഒരു സുഹൃത്തിനെ പരിഗണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ സഹാനുഭൂതിയുടെ വാക്കുകൾ
സ്വയം ഒന്ന് കൊടുക്കാൻ ശ്രമിക്കാം. കാരണം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന അതേ കരുണയും ദയയും നിങ്ങളും അർഹിക്കുന്നുണ്ട്. ഇനി ഈ ഒരാഴ്ച പരിശീലിക്കാവുന്ന 3 പ്രായോഗിക പരിശീലനങ്ങൾ പറയാം. 1. പൂർണ്ണതയല്ല, പുരോഗതിയെ ആഘോഷിക്കാം. എല്ലാ ദിവസത്തിൻ്റെയും അവസാനം സ്വയം ചോദിക്കാം, ഇന്ന് ഞാൻ നന്നായി ചെയ്ത ഒരു കാര്യം എന്താണ്? കുറവുകൾ മാത്രം കാണാതെ പുരോഗതി ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാം. 2. ഞാൻ തോറ്റുപോയി എന്നതിനു പകരം ഞാൻ പഠിക്കുകയാണെന്ന് പറയാം. അടുത്ത തവണ ഒരു തെറ്റു പറ്റുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ ശ്രദ്ധിക്കുക. എനിക്ക് എപ്പോഴും തെറ്റുപറ്റുന്നുവെന്ന് പറയുന്നതിന് പകരം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ശ്രമിക്കാം. സംസാര രീതിയിലെ ഈ ചെറിയ മാറ്റം വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും. 3. ശക്തമായ ഒരു ചോദ്യം സ്വയം ചോദിക്കൂ. തെറ്റുപറ്റിയെന്ന വിഷമം തോന്നുമ്പോൾ ഒരു ചോദ്യം സ്വയം ചോദിക്കാം. ഞാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു മനുഷ്യനാകാനാണോ അതോ പെർഫെക്റ്റ് ആകാനാണോ? ഓർത്തിരിക്കാം, വളർച്ച ഉണ്ടാകുന്നത് തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോഴാണ്, പെർഫെക്ഷനിൽ നിന്നുമല്ല. പെർഫെക്ഷനിസം എന്നത് കാര്യങ്ങൾ നന്നായി ചെയ്യുവാനുള്ള ആഗ്രഹമായി തോന്നുമെങ്കിലും അത് പലപ്പോഴും തെറ്റുപറ്റുമോ എന്ന ഭയത്താൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സ്വയം മൂല്യം പെർഫെക്ഷനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഓരോ തെറ്റും നിങ്ങൾ പോരാ എന്നതിന്റെ തെളിവായി നിങ്ങൾ കാണാൻ തുടങ്ങും. എന്നാൽ തെറ്റുകൾ നിങ്ങളുടെ മൂല്യത്തെ നിർണയിക്കുന്നില്ല. യഥാർത്ഥ ആത്മവിശ്വാസം വരുന്നത് ഒരിക്കലും വീഴാതിരിക്കുന്നതിൽ നിന്നല്ല, വീണാലും വീണ്ടും എഴുന്നേൽക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നതിൽ നിന്നാണ്. പുരോഗതി ആത്മവിശ്വാസം വളർത്തുന്നു, എന്നാൽ പെർഫെക്ഷനിസം സമ്മർദ്ദത്തെ വളർത്തുന്നു. ഇത് 30 ദിവസത്തെ സെൽഫ് വർത്ത് ആൻഡ് കോൺഫിഡൻസ് സീരീസിന്റെ ഡേ 9.